നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായില്ല. വിൽസൺ ചേട്ടാ, ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഞാൻ കോഴിക്കോടായിരുന്നു. എടാ ഞാൻ വിൽസനല്ല, ജോസഫാണ്. ഇതെന്ത് തനിക്കൊരു ഓർമ്മക്കുറവുണ്ടാ? ഈ ഇടയിട്ട് എനിക്ക് എന്താണാവോ കുറച്ച് ഓർമ്മക്കുറവുണ്ട്. അതെ, ഡോക്ടറൊന്നും കണ്ടില്ലേ? പല ഡോക്ടർമാരെയും കണ്ടു. ഇപ്പൊ അവസാനം ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടാക്കേ. എന്നിട്ട് വല്ല കുറവുണ്ടാ? എവിടെ, ഇപ്പോഴും ഒരു കുറവില്ല. ഞാനൊരു ദിവസം ചാലക്കുടിക്ക് പോയിരുന്നു ബസ്സിൽ. കണ്ടക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എവിടേക്കാ പോണേന്ന്. ഞാൻ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. ഞാൻ കണ്ടക്ടറോട് ചോദിച്ചു ഈ ബസ് എവിടേക്കാ പോണേന്ന്. അപ്പൊ അയാള് രൂക്ഷമായിട്ട് എന്നെ നോക്കിയിട്ട് പറയണത് ചാലക്കുടിക്കാണെന്ന്. അപ്പൊ ഞാൻ പറയുന്ന ചാലക്കുടിക്കൊരു ടിക്കറ്റ് എടുക്കാൻ, എനിക്ക് ചാലക്കുടിക്കാണ് പോകേണ്ടതായിരുന്നേ. ഞാൻ ഈ വിവരം എൻ്റെ ഹോമിയോ ഡോക്ടറോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ കടലാസിൽ പോകേണ്ട സ്ഥലം എഴുതിയിട്ട് പേഴ്സിൽ വയ്ക്കാൻ. ഞാനങ്ങനെ കടലാസിൽ ഒരു പേപ്പറിൽ പോകേണ്ട സ്ഥലത്തിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് പേഴ്സിൽ വെച്ചു. അങ്ങനെ ഞാനൊരു ദിവസം തൃശ്ശൂർക്ക് പോണ സമയത്ത് ബസ്സിൽ വെച്ച് ഒരാളായിട്ട് പരിചയപ്പെട്ടു. അയാൾ എൻ്റെ പേര് ചോദിച്ചു. അപ്പം എനിക്കെൻ്റെ പേര് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പേര് അൻവർ തന്നു. തന്റെ പേര് അനിൽ എന്നല്ലേ? അതും തനിക്ക് ഓർമ്മയില്ലണ്ടായ? അതല്ല ഇത്ര നേരം പറഞ്ഞ ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഞാൻ അങ്ങനെ തൃശ്ശൂർ ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്ത് കണ്ടക്ടർ വന്നിട്ട് എന്നോട് ചോദിച്ചു എങ്ങടെ പോണ്ടേന്ന്. ഞാൻ ഈ സ്ഥലത്തിന്റെ പേര് പേഴ്സിൽ എഴുതി വെച്ച കാര്യം ഞാൻ മറന്നുപോയി. പിന്നെ ഒരു ദിവസം എനിക്കൊരു അമളി പറ്റി. എന്താ അമളി പറ്റി? ഞാനൊരു ദിവസം എൻ്റെ മോളെ ട്യൂഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയതാണ്. പോണ വഴിക്ക് എൻ്റെ ഓർമ്മ പോയി. എവിടേക്കാ പോണ്ടേന്നുള്ള ഓർമ്മയില്ലാണ്ടായിപ്പോ ഞാനൊരു ഐസ്ക്രീം പാർലറിൽ പോയി അവൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് വിട്ടു. അയ്യോ, എന്റെ മൊബൈൽ ഇല്ലയോ? മൊബൈലല്ലേ കയ്യിലിരിക്കണേ? അയ്യോ, കണ്ണട കാണാനില്ല. തന്റെ മുഖത്ത് കണ്ണട അല്ലാണ്ട് പിന്നെ എന്തിട്ടോ? കണ്ണട ഇവിടെ ഉണ്ടായിരുന്നാ? എല്ലാവരും ഇങ്ങനത്തെ ആൾക്കാരാണല്ലേ. തമ്മിൽ ഭേദം തൊമ്മൻ.